ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. കഴിഞ്ഞ ആഴ്ച 14-ാം തീയതി നിഫ്റ്റിയുടെ അനാലിസിസിൽ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഓൾമോസ്റ്റ് അതേ രീതിയിൽ റെസ്പെക്ട് ചെയ്ത് നമ്മുടെ ലെവൽസ് റെസ്പെക്ട് ചെയ്ത് തന്നെ മാർക്കറ്റ് ഈ ആഴ്ച മൂവ് ചെയ്തു. ആ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ട് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാം. ഇനി ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ, അതായത് വരുന്ന ആഴ്ചകളിൽ നമുക്ക് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് കയറി പോകാനൊരു ടെൻഡൻസി കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് കൊടുത്ത് സ്റ്റോപ്പ് ലോസുകൾ ഹണ്ട് ചെയ്യുന്ന രീതിയിൽ, കാരണം ഇവിടുന്ന് ഒരു സെൽ എടുക്കുകയാണെങ്കിൽ താഴോട്ട് ഈ ഒരു പാരലൽ ചാനൽ കാണുന്നവർ ഒരു സെൽ പൊസിഷൻ എടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ സ്റ്റോപ്പ് ലോസ് വെക്കുക ഈ ഒരു ഏരിയയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ മാർക്കറ്റ് വന്ന് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത ശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് ഇവിടെ വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് സ്വിങ്സ് ക്രിയേറ്റ് ചെയ്ത് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 25,730 ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 26,200 അവിടെ പറഞ്ഞ പോലെ മാർക്കറ്റ് 25,730 ആയിരുന്നു നമ്മുടെ സപ്പോർട്ടെങ്കിൽ 25,727 മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് കയറാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഡെയിലി അനാലിസിസിൽ ഞാൻ പറഞ്ഞിരുന്നു 25,922 എന്ന് പറയുന്ന ഈ ഒരു ലെവലിന് മുകളിലായിരിക്കും നാളെ വരുന്ന അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഇന്നത്തെ ചാർട്ട് വെച്ചിട്ടുള്ള അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് കയറും എന്നുള്ളത്. അത് അവിടെ തന്നെ മാർക്കറ്റ് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പാരലൽ ചാനൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് മാർക്കറ്റിൻ്റെ ഡയറക്ഷനാണ്. അതായത് ഇവിടെ ഒരു കൺസോളിഡേഷൻ ആണ് കഴിഞ്ഞ ഫ്രൈഡേയിൽ 19 ഡിസംബറിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകണോ വേണ്ടയോ എന്ന് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ട്രെൻഡ് തീരുമാനിക്കുന്നവരുടെ ഒരു കൺഫ്യൂഷനാണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന് മുകളിലായിട്ട്, അതായത് ഈ ലെവലിന് മുകളിലായിട്ട് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ലെവലിന് മുകളിലായിട്ടാണ് മാർക്കറ്റ് നാളെ, അതായത് 22 തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അടുത്ത ലെവൽ എന്ന് പറയുന്നത് 26,049 അതിനടുത്ത ലെവൽ എന്ന് പറയുന്നത് 26,200 എന്ന് പറയുന്ന ഈ രണ്ട് ലെവൽസ് ആണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ അതാത് ദിവസത്തെ മാർക്കറ്റ് ട്രെൻഡ് നോക്കി ട്രേഡ് ചെയ്യാം. ഒരുപാട് ഡൗട്ട്സ് വാട്സാപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇനിയുള്ള വീഡിയോസിൽ ആഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കാം. വാട്സാപ്പ് നമ്പർ ഈ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അതാത് ദിവസത്തെ ട്രെൻഡ് നോക്കി ട്രേഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു.